കേരളത്തിൽ ഭരണം ആര് പിടിക്കുന്നുവോ അവർക്ക് അനുകൂലമായിട്ടായിരിക്കും തിരുവനന്തപുരം ജില്ലയും കൊല്ലം ജില്ലയും. അത് എല്ലാ കാലങ്ങളിലും അങ്ങനെ തന്നെയാണ് തെളിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ LDF സർക്കാർ ഭരിക്കുന്ന ഈ വേളയിലും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിനുള്ളത്. കൊല്ലം ജില്ലയിലെ 2 സീറ്റ് മാത്രം. അത് കരുനാഗപ്പള്ളിയിലും കുണ്ടറയിലുമാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ഫലം വന്നതിന് ശേഷം പൊതുവെ ഒരു UDF തരംഗം കേരളത്തിൽ നിൽക്കുന്നു. അതിനോടൊപ്പം ഒരു പിണറായി വിരുദ്ധ തരംഗവും കേരളത്തിൽ നിൽക്കുന്നു എന്നാണ് രാഷ്ട്രീയം മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് അറിയാൻ കഴിയുന്നത്. ആ സാഹചര്യത്തിൽ കൊല്ലം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ആരുടെ മുന്നേറ്റമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള ഒരു വിശകലനമാണിത്. ഞങ്ങൾ ജില്ലകളിലൂടെ ഒരു വിശകലനം ചെയ്യുമ്പോൾ ആദ്യം കൊല്ലം ജില്ലയിലേക്ക് തന്നെ പോവുകയാണ്. കൊല്ലം ജില്ലയിൽ 11 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം, കുന്നത്തൂർ, കരുനാഗപ്പള്ളി, ചവറ, കുണ്ടറ, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ, പുനലൂർ. ഇതിൽ കരുനാഗപ്പള്ളിയും കുണ്ടറയും മാത്രമാണ് ഇപ്പോൾ UDFന്റെ കൈവശമുള്ളത്. കരുനാഗപ്പള്ളിയിൽ MLA CR മഹേഷാണ്. മഹേഷ് 2016 കരുനാഗപ്പള്ളിയിൽ മത്സരിച്ചു. 1500 വോട്ടിനാണ് പരാജയം ഏറ്റുവാങ്ങിയത്. അങ്ങനെ CR മഹേഷ് ആ മണ്ഡലത്തിൽ തന്നെ പിന്നീട് അനവരതം പ്രയത്നിച്ചു കൊണ്ടിരുന്നു. ആ പ്രയത്നഫലമായിട്ട് 2021 കേരളത്തിൽ LDF തരംഗമുണ്ടായ വേളയിലും CR മഹേഷ് അവിടെ 30,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്നുള്ളതാണ്. CR മഹേഷിന് മറ്റ് UDF MLA-മാർ മാതൃകയാക്കണമെന്ന് പോലും ഒരു വർത്തമാനമുണ്ടായി. അത് കാരണം അദ്ദേഹം മണ്ഡലം മുഴുവൻ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു, മണ്ഡലത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു, ജനങ്ങളോടൊപ്പം നിൽക്കുന്നു. ആ മണ്ഡലം 2026 CR മഹേഷിലൂടെ തന്നെ നിലനിർത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി കുണ്ടറയിലേക്ക് വന്നാൽ, കുണ്ടറ എന്ന് പറഞ്ഞാൽ തന്നെ മേഴ്സിക്കുട്ടിയാണ് ഓർമ്മ വരുന്നത്. സഖാവ് മേഴ്സിക്കുട്ടിയമ്മയെ 2021 തോൽപ്പിച്ചു നമ്മുടെ PC വിഷ്ണുനാഥാണ്. PC വിഷ്ണുനാഥ് മുമ്പൊരിക്കൽ ചെങ്ങന്നൂരിൽ MLA ആയിരുന്നിട്ടുണ്ട്. 2016 ചെങ്ങന്നൂരിൽ നിന്ന് പരാജയപ്പെട്ടു. ചെങ്ങന്നൂരിൽ നിന്ന് ഒരു തവണ വിജയിച്ചുവെങ്കിലും മണ്ഡലത്തിൽ ഒരിക്കലും ഉണ്ടാകില്ല. അതായിരുന്നു അവിടുത്തെ ജനങ്ങളുടെ പരാതി മുഴുവൻ. അതുകൊണ്ടാണ് 16 തോൽവി ഏറ്റുവാങ്ങിയത്. പക്ഷെ 2021 കുണ്ടറയിൽ കൊണ്ടുവന്നു. കുണ്ടറയുമായിട്ടുള്ള ഏക ബന്ധം എന്ന് പറയുന്നത് അതിന് കുറച്ച് മാറി നിൽക്കുന്ന ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ വിഷ്ണുനാഥ് പഠിച്ചു. അവിടെ വലിയ സമരനായകനും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ അറിയപ്പെടുകയും ചെയ്തു എന്നുള്ളത് മാത്രമാണ്. കുണ്ടറയിലെ നോക്കണം, 2021 മേഴ്സിക്കുട്ടിയെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം അവിടെ ജനവിരുദ്ധയായി മാറി എന്നുള്ളത്. കാരണം 2021 ഒരു LDF തരംഗമാണല്ലോ കേരളത്തിൽ നിന്നത്. അങ്ങനെ മേഴ്സിക്കുട്ടിയെ പരാജയപ്പെടുത്തി PC വിഷ്ണുനാഥ് വിജയിച്ചു വന്നു. PC വിഷ്ണുനാഥിന് ഇപ്പോൾ കോൺഗ്രസിനകത്ത് വലിയൊരു മുന്നേറ്റമാണ്, വലിയൊരു ജനപ്രിയനായി മാറുകയും ചെയ്തു. വിഷ്ണുനാഥിനെ പലരും അംഗീകരിക്കുകയും ചെയ്യുന്നു. കോൺഗ്രസിന്റെ KPCC സ്ഥാനത്ത് ഒരു അമരക്കാരനായിട്ട് എത്തുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ UDF 2026 അധികാരത്തിൽ വരികയാണെങ്കിൽ PC വിഷ്ണുനാഥ് വീണ്ടും ജയിച്ചു വരുമ്പോൾ ഒരു കേരളത്തിന്റെ ഒരു മന്ത്രിയാകും എന്നുള്ളതും ഉറപ്പാണ്. അപ്പോൾ കൊല്ലം ജില്ലയിൽ നിന്ന് ഈ കരുനാഗപ്പള്ളിയും കുണ്ടറയും നിലനിർത്തും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ PC വിഷ്ണുനാഥിനെ ഇനി ഏതെങ്കിലും മറ്റ് കൊല്ലം ജില്ലയിലെ ഏത് മണ്ഡലത്തിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ടോ എന്നുള്ളതും ചർച്ചയാകുന്നുണ്ട്. കാരണം കൊല്ലം നിയമസഭാ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നു. കാരണം അവിടെ ബിന്ദു കൃഷ്ണയാണ് മുമ്പ് മത്സരിച്ചത്. അപ്പോൾ ബിന്ദു കൃഷ്ണയെ തിരിച്ച് കുണ്ടറയിലേക്ക് മാറ്റാനുള്ള സാധ്യതയും ഉണ്ട്. PC വിഷ്ണുനാഥിനെ കൊണ്ട് കൊല്ലം എങ്ങനെയെങ്കിലും പിടിച്ചെടുപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി കൊല്ലത്താണെങ്കിൽ
ഇപ്പോൾ പിന്നെ MLA ആരാണെന്ന് കേരളത്തിലുള്ള മുഴുവൻ പേർക്കും അറിയാം. രാഷ്ട്രീയം തൊട്ട് തെറിച്ചിട്ടില്ലാത്തവർക്കും അറിയാം. മുകേഷ് MLA എന്ന പുങ്കവനാണ്, ചലച്ചിത്ര പുങ്കവൻ. മണ്ഡലത്തിലെ ആൾക്കാർക്ക് കാണാൻ കിട്ടില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്ത് പോകുന്നു. ആരെങ്കിലും ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ തിരികെ മോശമായിട്ടുള്ളതെല്ലാം കേൾക്കുകയും ചെയ്യാം. അതുകൊണ്ട് ജനം തലയിൽ കൈവച്ച് വിളിക്കുകയാണ്, ഈ ഒരു സാധനത്തെ അങ്ങ് തിരിച്ചെടുക്കോ എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് 2026 വരെ കാത്തിരിക്കുകയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് തിരികെ ആഞ്ഞൊരു കുത്താൻ വേണ്ടിയിട്ട്. 2021 പരാജയപ്പെടുത്തണമെന്ന് കരുതിയതാണ്. പക്ഷെ ഈ കോൺഗ്രസ്സുകാരന്മാരെന്ന് പറയുന്ന ഈ ഓച്ചന്മാരുടെ തമ്മലടി കാരണം എന്ത് പറ്റി? ബിന്ദു കൃഷ്ണ അവിടെ പരാജയപ്പെട്ടു പോയി. മുകേഷ് 2000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിജയിച്ചത്. ബിന്ദു കൃഷ്ണയ്ക്ക് തീരദേശ മേഖലയിലൊക്കെ വലിയ സ്വാധീനമുണ്ടെന്നേ, അത് മുതലാക്കാൻ കഴിഞ്ഞില്ല. 2021 തീരദേശ മേഖലയിൽ മുകേഷ് ചെന്നപ്പോൾ അവിടുത്തെ സ്ത്രീകൾ ചൂലും കെട്ടുമെടുത്തുകൊണ്ട് ഇറങ്ങി എന്നാണ് അറിയുന്നത്. അത്രത്തോളം ജനവിരുദ്ധനായ മാറിയ ഒരു MLA ആണ്. അതും പോരാഞ്ഞിട്ടാണ് 2024 കൊണ്ട് NK പ്രേമചന്ദ്രനെ എതിരായിട്ട് മത്സരിപ്പിച്ചത്. അത് CPM തികച്ചും ആക്കി വിടുകയാണ് ചെയ്തത്. അത് ഈ പുങ്കവന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലയോ എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ചാവേറാക്കി വിടുകയാണ്. CPM ഇങ്ങനെ കുറേ പേരെ ചാവേറാക്കിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ നമുക്കറിയാം, ജെയ്ക് സി തോമസ് എന്ന് പറയുന്ന ചാനൽ ചർച്ചകളിൽ വന്ന് ചാവേറാകാൻ വേണ്ടി ജനിച്ച ഒരുവൻ പുതുപ്പള്ളി കൊണ്ടിട്ടിരുന്നു. നമ്മുടെ ചെറിയാമ്പലിപ്പിനെ പലതവണ മത്സരിപ്പിച്ചില്ലേ? പടിയൂർക്കാവിലായാലും പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെയും ഒക്കെ മത്സരിപ്പിച്ച് ചാവേറാക്കി. അതുപോലെയുള്ള ഒരു ചാവേറാണ് മുകേഷും. അപ്പം മുകേഷ് കൊല്ലം ഏതെങ്കിലും രീതിയിൽ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് UDFിൻ്റെ കൈകളിലേക്ക് ഇത്തവണ പോകും. പിന്നെ പ്രത്യേകിച്ച് NK പ്രേമേന്ദ്രൻ വലിയൊരു അടിത്തറ ഉണ്ടാക്കിയിട്ടുണ്ട്. MP എന്നുള്ള നിലയിൽ പ്രേമചന്ദ്രൻ്റെ വികസന പ്രവർത്തനങ്ങൾ രാജ്യം തന്നെ അംഗീകരിക്കുന്നതാണ്. നരേന്ദ്രമോദി പോലും മികച്ച ഒരു പാർലമെന്റേറിയനായി കാണുന്ന NK പ്രേമചന്ദ്രൻ്റെ തട്ടകത്തിനകത്ത് നിന്ന് UDFിൻ്റെ ഒരു MLA തന്നെ വിജയിക്കും. അടുത്തത് നമ്മൾ ചവറയിലേക്ക് പോവുകയാണ്. 4ാമത് അവർ പിടിച്ചെടുക്കാൻ പോകുന്ന മണ്ഡലം ചവറയാണ്. ചവറ എന്ന് പറഞ്ഞാൽ RSPയുടെ തട്ടകം. ചവറ മുതൽ ചവറ വരെയാണ് RSP എന്ന് നമ്മൾ പറയും. ചവറ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ബേബി ജോണിനെയൊക്കെയാണ്. ബേബി ജോണിൻ്റെ മകൻ ഷിബു ബേബി ജോൺ തന്നെയാണ് ഇക്കുറി അവിടെ മത്സരിക്കാൻ പോകുന്നത്. മുൻ മന്ത്രിയൊക്കെയാണ്. 2016 ഷിബു ബേബി ജോൺ പരാജയപ്പെട്ടു. ആരോട്? വിജയൻ പിള്ളയോട്. CPM സ്വതന്ത്രനായിരുന്നു. പിന്നീട് 2021 ഷിബു ബേബി ജോൺ മത്സരിച്ചു, പരാജയപ്പെട്ടു. ആരോടെന്ന് ചോദിച്ചാൽ 2016 മത്സരിച്ച വിജയൻ പിള്ളയുടെ മകൻ ഡോക്ടർ സുജിത് വിജയൻ പിള്ളയോടെ പരാജയപ്പെട്ടു. അപ്പോൾ അച്ഛനോടും മകനോടും എതിരെ മത്സരിച്ച് പരാജയപ്പെട്ട ഒരു ഖ്യാതി കൂടി നമ്മുടെ ഷിബു ബേബി ജോണ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇക്കുറി ചവറയിൽ ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ മുഴുവൻ പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് NK പ്രേമേന്ദ്രൻ തന്നെയാണ്. പ്രേമേന്ദ്രൻ ഇപ്പോൾ തന്നെ കൂടുതൽ സമയവും കൊല്ലം മണ്ഡലത്തിൽ ചെലവഴിക്കുന്നുണ്ട്. കാരണം കൊല്ലം ആഞ്ഞു പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് കുന്നത്തൂരാണ്. കുന്നത്തൂര് കോവൂർ കുഞ്ഞുമോനാണ്. കഴിഞ്ഞ തവണ മന്ത്രിയാകുമെന്ന നിലയിലൊക്കെ വലിയ പ്രചാരണം നടന്നു. 4-5 വട്ടമായിട്ട് MLA ആണ്. 2016 റാന്നി MLA രാജു അബ്രഹാം മന്ത്രിയാകുമെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചാരണമല്ലേ നടത്തിയത്. റാന്നിയിലെ ജ്യോതി ബസു എന്ന് വരെയല്ലേ അറിയപ്പെട്ടത്. VS പക്ഷക്കാരനായതുകൊണ്ട് പിണറായി ഒരിടത്ത് ഒതുക്കി ഇരുത്തുകയും ചെയ്തു. ഇപ്പൊ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി മാത്രമാണ് CPMന്റെ. അപ്പോൾ CPM പൊതുവെ അകറ്റി നിർത്തിയിരിക്കുകയാണ് കോവൂർ കുഞ്ഞുമോനെ. അപ്പോൾ അതെന്തായാലും UDF പിടിച്ചെടുക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. പിന്നെ മറ്റൊന്ന് കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കരയിൽ നിലവിൽ നമ്മുടെ ബാലഗോപാൽ ആണ് MLA. 2006 ബാലകൃഷ്ണപിള്ള, കൊട്ടാരക്കര എന്ന് കേട്ടാൽ നമ്മൾ ബാലകൃഷ്ണപിള്ളയാണല്ലോ ഓർമ്മിക്കുക. ബാലകൃഷ്ണപിള്ളയെ ഐഷ പോറ്റി 10,000 വോട്ടിന് പരാജയപ്പെടുത്തിയതാണ്. പിന്നീട് 2011 ഐഷ പോറ്റി 20,000 വോട്ടിന് പരാജയപ്പെടുത്തി. 2016 വന്നിട്ട് 40,000 വോട്ടിലാണ് പരാജയപ്പെടുത്തിയത്. ഭൂരിപക്ഷം കൂട്ടിക്കൂട്ടി വന്നു. പക്ഷേ ഐഷ പോറ്റിയെ CPMകാർ ഇപ്പോൾ ഒന്ന് അകറ്റി നിർത്തിയിരിക്കുകയാണ്. അത്ര അങ്ങോട്ട് ചേർന്ന് നിൽക്കുന്നില്ല. ഐഷ പോറ്റിയുടെ കുടുംബം കോൺഗ്രസ് കുടുംബമാണ്. അതുകൊണ്ട് 2026 ഐഷ പോറ്റി ഒരുപക്ഷെ UDFിന്റെ സ്ഥാനാർത്ഥിയായിട്ട് കൊട്ടാരക്കരയിൽ മത്സരിക്കാനുള്ള സാധ്യതയും ഉണ്ട്.
ബാലഗോപാലിന് 10,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ ഈ CPM-ന് പിന്നെ യഥാർത്ഥത്തിൽ അവിടെ തീർക്കാൻ വേണ്ടി UDF തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൊല്ലം ജില്ലയിൽ ഒരു 6 മണ്ഡലങ്ങൾ, 11 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ 6 UDF നേടും എന്നാണ് ഒരു പൊതുവെ ഒരു കണക്കുകൂട്ടൽ. കരുനാഗപ്പള്ളി, കുണ്ടറ, ചവറ, കൊല്ലം, കുന്നത്തൂർ, കൊട്ടാരക്കര എന്നീ 6 മണ്ഡലങ്ങളാണ് UDF-ന്റെ പ്രധാന ഉന്നം. ഇനിയും പിന്നെ മറ്റൊരു ജില്ലയിലെ വിശകലനവുമായിട്ട് വീണ്ടും കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.